ശ്രീ ചവറ ജയകുമാർ, ഇക്കാര്യത്തിൽ ഈ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിപ്പോൾ വാങ്ങിക്കുന്നുവെന്ന് കണ്ടെത്തിയതിൽ മാത്രമല്ല നമ്മുടെ പ്രശ്നം. ഇവരിലേക്കൊക്കെ ഈ പെൻഷൻ കിട്ടാനുള്ള അർഹത ഉണ്ടാക്കി കൊടുത്ത സംവിധാനം, അതിൽ ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് സഹായിച്ചവർ, പെൻഷൻ കിട്ടുന്നതിന് അവരെ ഉൾപ്പെടുത്തി കൊടുത്ത ആളുകൾ, അതിനു മുകളിൽ ഉള്ള നഗരസഭ പോലെയുള്ള സർക്കാരുകൾ, മിനി സർക്കാരുകൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. എന്താണ് പ്രശ്നം? നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണ്? ഡോക്ടർ ലാൽ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു കേരളത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു, വലിയ മാറ്റം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ മേഖലയിലൊക്കെ ഉണ്ടായിരിക്കുന്നു, ഉണർവുണ്ടായിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ പെൻഷൻ കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായതായിട്ട് കഴിഞ്ഞ 8-8.5 വർഷമായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായത് ഇതുപോലെ പൊതുസമൂഹത്തിൽ കിട്ടുന്ന വേളയിലൊക്കെ സർക്കാർ ജീവനക്കാരെ കരിവാരി തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ഈ 1458 പേർക്ക് ഈ പെൻഷൻ കിട്ടി എന്ന് പറഞ്ഞു, അത് വാങ്ങുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു നിജസ്ഥിതി, അതിൻ്റെ ശരിയായ അന്വേഷണം നടത്തിയിട്ട് വേണമായിരുന്നു സർക്കാർ ഇതെല്ലാം പുറത്തുവിടാൻ. അവരുടെ പേര്, ഏതെല്ലാം വകുപ്പിൽപ്പെട്ട ആളുകൾ, അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ്, അവരെങ്ങനെ സർവീസിൽ പ്രവേശിച്ചു, അത് ഏത് തസ്തികയിലാണ്, നേരത്തെ അവർ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നോ, അത് ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകളാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് അറിയാതെ തുടർന്നതാണോ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് വന്നിരുന്നെങ്കിൽ. അതുപോലെ ഗസറ്റഡ് തസ്തികയിലുള്ള വിദ്വാൻ ആരാണ്, അയാൾ എങ്ങനെയാണത് വാങ്ങിയത്, കോളേജ് പ്രൊഫസർ, ഇത് കൊടുത്ത ആളുകളും, ഇത് ഈ ആർക്ക് വേണമെങ്കിലും ഈ പെൻഷൻ അപേക്ഷിക്കാമല്ലോ. പെൻഷൻ അപേക്ഷിക്കുമ്പോൾ അവിടെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പെൻഷൻ ആയതുകൊണ്ട് ICDS സൂപ്പർവൈസറെ ചുമതലപ്പെടുത്തുന്ന വിധവ ആ പെൻഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പിന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VOയെ ചുമതലപ്പെടുത്തുക, അങ്ങനെ അന്വേഷണത്തിനായി ആ പഞ്ചായത്ത് സെക്രട്ടറി ആളുകളെ നിയോഗിക്കും. ആ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച് അയാൾക്ക് അർഹതയുണ്ടെന്ന്, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അർഹതയുണ്ടെന്ന് കണ്ടാൽ അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകാരം കൊടുത്ത് പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയും പ്രോസസ്സ് പൂർത്തിയാക്കി വരുമ്പോൾ ഈ ആളുകളൊക്കെ പിന്നെയും തുടരുകയും മസ്റ്ററിങ് നടക്കുകയും, അല്ലെങ്കിൽ ഒരു വർഷം ആദ്യം ജോലി കിട്ടിയ ഇപ്പോൾ ഉള്ള ആളുകൾ ജോലി കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളായില്ലെങ്കിൽ അതുകൂടി വെളിപ്പെടുത്തണം. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ മൊത്തം ഒരു ഗവൺമെൻറ് കളങ്കിതരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്, അതിൻ്റെ പൂർണ്ണതയിലെത്തണം. അതുമായി സർക്കാർ ജീവനക്കാർ കളങ്കിതരാകുന്നത് എങ്ങനെയാണ്? തെറ്റ് ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി, അവർക്ക് മാത്രം ടെൻഷൻ ഉണ്ടായാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നത് പോലെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. ഇതിനകത്ത് തെറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ സംഘടനകൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് വളരെ പ്രസിദ്ധമായ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ അല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു സാധാരണ പരിപാടി പോലെ കാണണോ? അല്ല, തീർച്ചയായിട്ടും. പക്ഷേ അതിനകത്ത് സർക്കാർ ജീവനക്കാരെ എന്നെടുത്ത് പറയുന്നതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതായത് എൻ്റയർ ക്ലാസ്സിനെയാണ് പറയുന്നത്, മുഴുവൻ സർക്കാർ ജീവനക്കാരെയും അടച്ചാക്ഷേപിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെ തന്നെ ഒരു പാനലാണ്, ഒരു ടീമാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കീഴിലുള്ള ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ഒരു ടീമാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ഫോൾട്ട് ഉണ്ടാകാതെ നോക്കാമായിരുന്നല്ലോ. അല്ല, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതാരാണ്? നിങ്ങളിപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭ, അവിടെ UDF, മുസ്ലിം ലീഗ്, BJP എങ്ങനെ ഇഴകേറി പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ വിദ്വാൻമാർ ആരൊക്കെയാണെന്ന് അറിയണമല്ലോ. ഇതെങ്ങനെയാണ് ഈ ജോലിക്ക് വന്നതെന്നും, ഈ ആളുകൾക്ക് ജോലി കിട്ടിയത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി വന്നതാണോ, എംപ്ലോയ്മെൻറ്റ് നിയമനം ലഭിച്ചതാണോ, നേരത്തെ എങ്ങനെയുള്ള ആളുകളാണ്, അവരെന്തുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ
വില്ലേജ് ഈ റവന്യൂ തട്ടിപ്പിന്റെ ഉദ്യോഗസ്ഥർ, നിജസ്ഥിതി വില്ലേജ് പുറത്തു വരണമല്ലോ. ഓഫീസർമാർ, ഈ പെൻഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ അവരൊന്നും താൽക്കാലിക ഉദ്യോഗസ്ഥരായിരിക്കില്ലല്ലോ. അവരൊക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരോ വലിയ അധികാരങ്ങളുള്ളവരോ ആയിരിക്കുമല്ലോ. അവരാണല്ലോ അല്ല, അതും വരട്ടെ. ആരാണ് അവരെ അന്വേഷിച്ച് ഈ റിപ്പോർട്ട് കൊടുത്തത്? അതെ അതെ, ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത 1 ലക്ഷത്തിൽ താഴെയാണ് ഇവർക്ക് വരുമാനമെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തതും അതിന്റെ ഡീറ്റെയിൽസ് വെളിവിടാമല്ലോ. 1400 രൂപ, അതെല്ലാം രേഖകളിരിക്കുകയല്ലേ. അതാണോ നിങ്ങളുടെ ആവശ്യം? അതിനാണോ ഇനി നിങ്ങൾ സമരം ചെയ്യുന്നത്? നിങ്ങളുടെ സമരം ഇനി അതിനാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സമരം കിട്ടാനുള്ളത് 64,000 കോടി രൂപ സർക്കാർ ജീവനക്കാരുടെ ഗവൺമെന്റ് കൊള്ളയടിച്ചു. 6 ഗഡു 19% ക്ഷാമത്തെ കിട്ടാനുണ്ട്. ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ മാസം നിങ്ങൾക്ക് അതൊക്കെ തരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഈ പറയുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഇവരെ അർഹരാക്കി മാറ്റിയവരെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് തരികയല്ല. സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ മതി, ഞങ്ങൾക്ക് തരണ്ട. പോലീസ് ഉദ്യോഗസ്ഥർ റോഡിലുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കണം, ഡോക്ടർമാർ ആശുപത്രിയിലുണ്ടെങ്കിൽ നേഴ്സുമാർ ശമ്പളം കൊടുക്കണം, അധ്യാപകർ പഠിപ്പിക്കണമെങ്കിൽ ശമ്പളം കൊടുക്കണം. അത് സർക്കാരിന് വേണം. സർവീസ് മേഖലയാണ് ഡോക്ടർ ലാൽ, അത് നടന്നു പോകണം. ഇപ്പൊ എന്താ 40 ലക്ഷത്തോളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നു, അവർ കുടുംബസമേതം കഴിയുന്നു. ശരി, എന്തായാലും നമ്മുടെ നാട്ടിൽ നേരത്തെ താങ്കൾ ഈ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞതായി അങ്ങ് പരാതി പറഞ്ഞു. പക്ഷേ ഈ സർക്കാർ വന്ന ശേഷമാണ് ഇത്തരത്തിൽ ഈ പെൻഷന്റെ കാര്യത്തിൽ പോലും ഒരു പ്യൂരിഫിക്കേഷൻ നടപടി തുടങ്ങിയത്. ഈ സർക്കാർ വന്ന ശേഷമാണ്. ഈ 2019-20 മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത്. അതുവഴിയാണ് 746 കോടി രൂപയാണ് വാർഷിക ലാഭം ഉണ്ടായത്. 746 കോടി രൂപ. തുടർന്ന് 2023-ലും 2024-ലും മസ്റ്ററിംഗ് നടത്തി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അർഹരായവർക്ക് നൽകുന്നതിനുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം.